അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ഗെയിമിൻ്റെ ട്രെയിലറുമായിട്ടാണ്. ബ്ലഡ് മെസ്സേജ്. ഇത് ആക്ച്വലി ട്രെയിലറാണോ ഒരു ഇൻട്രോ എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ? സ്റ്റോറി. ഞാനിത് ഒരു വർഷം മുമ്പ് അങ്ങാണ്ട് ഇതിൻ്റെ ടീസർ കണ്ടപ്പം ഇതിൻ്റെ പരിപാടി ഓർമ്മയുണ്ട്, ഞാനും കണ്ട. അത് നിങ്ങൾ എനിക്ക് അയച്ചു തന്നതായിട്ട് ടീസർ. രസമുണ്ടല്ലോ എന്ന് തോന്നി. അപ്പോൾ അത് നല്ലൊരു സ്റ്റോറി ലൈൻ ഡ്രിവൺ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈയിടെ കുറച്ചധികം ഗെയിംസിൻ്റെ ട്രെയിലേഴ്സ് വന്നുകൊണ്ട് ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വീഡിയോ നമ്മളൊന്ന് കണ്ടു നോക്കാം. സമ്മർ ഗെയിം ഫെസ്റ്റ് സ്റ്റോറി ഇൻട്രോ അല്ലേ? എന്താണ് സമ്മർ ഗെയിം ഫെസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടോ? അവിടെ ആയിരിക്കും ഇത് റിലീസ് ചെയ്തു. ഓക്കെ, സോറി. അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്ലഡ് മെസ്സേജിൻ്റെ ഒരു 3 മിനിറ്റുള്ള ഒരു ഇൻട്രോ വന്നിട്ടുണ്ട്, കണ്ടു നോക്കാം. പ്ലേ സ്റ്റേഷനില്ല, കോപ്പറേറ്റ് അടിക്കില്ല. കിളി ഷോട്ട് ഉണ്ടല്ലോ.河西始于吐蕃50余载，一齐分歧，却从未有人坚守如我等之久。今日天枪大捷，以寡破众，陪对者当即首功。ഇത് ഗെയിം പ്ലേ ആണോ? ഗെയിം പ്ലേ ഇത്രയും ക്വാളിറ്റി ഉണ്ടാവും അറിയില്ല ഫൈനലിൽ.阿爷，大人们说，只要河西归唐，你不打仗也能守。 പിള്ളേർ ഈ ലാംഗ്വേജ് പറയുന്നതൊക്കെ ഭയങ്കര再不投降，全部杀光！誓死不降！ 家，你救不了我的命。人都死了，哪儿来的家？由来征战地，不见有人还。 ഷോട്ടാണ്. ബ്ലഡ് മെസ്സേജ്.真到了那天，我的安宁，还有像安宁一样的孩子们，就再也不用怕没有家了。 മകൻ രുചിയാണ്. ജീവിതഗാഥകളെ. വലിയ സ്ക്രീനിൽ കാണും. ഈ റോം ടോട്ടൽ വാർ എന്ന് പറഞ്ഞൊരു കളി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സിമിലർ പെർസ്പെക്റ്റീവും ഫൈറ്റും ഹോൾഡ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച്. ഞാൻ വിചാരിച്ചു മറ്റേ സിനിമാറ്റിക് ആയിരിക്കും. സിനിമാറ്റിക്സ് അതും ഗെയിം ഗെയിം പ്ലേ ഉണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്നൊരു കളി ഉണ്ടായിരുന്നില്ല, മറ്റേ ജാപ്പനീസ്. അതിൻ്റെ ഒരു ചായ ഉണ്ട്. മറ്റേ ഇത് ഗോസ്റ്റ് ഓഫ് യോട്ടെ. അതിൻ്റെ സുഷിമ ഗോസ്റ്റ് ഓഫ് യോട്ടെ. അതിൻ്റെ ഒരു ചായ ഉണ്ട്. പക്ഷേ രസമുണ്ട്, ഭയങ്കര സിനിമാറ്റിക് ആണ്. ഇങ്ങനെ കഥ കണ്ടോണ്ടിരിക്കാം. ഗെയിം കളിക്കാനാണ് പാട്. അല്ല, എനിക്ക് കളിച്ച് കുറച്ച് കഴിഞ്ഞു ഞാനിങ്ങനെ ഇലയും ചെടിയും അതൊക്കെ ഡീറ്റെയിൽ ഒക്കെ കാണും. ഞാൻ എൻ്റെ യുദ്ധമൊക്കെ അപ്പുറം നടക്കും. പക്ഷെ ഞാനിങ്ങനെ അയ്യോ അതുകൊണ്ട് കുതിര പോകുന്ന പെട്ടെന്ന് ഞാൻ ഡിസ്ട്രാക്ട് ഉടനെ അവിടെ ഇലയും പൂവും ചെടിയും കാണാതിരിക്കുക. GTA കളിക്കുമ്പോൾ ഇതുപോലെ അടുത്ത ഈ കാറിന് ടയറുണ്ട് ഇതൊക്കെ. നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഭാഗങ്ങളൊക്കെ ADHD. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ പുറപ്പെട്ടതെന്ന് മറന്നു.
അപ്പൊ എന്തായാലും ബ്ലഡ് മെസ്സേജ് വരട്ടെ. നമ്മൾ ഇത് ആരെങ്കിലും ആരെങ്കിലും കളിച്ചിട്ട് ഇതിന്റെ ഗെയിം പ്ലേ അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഞങ്ങൾ കാണുന്നതായിരിക്കും. അത് നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ പടങ്ങളൊക്കെ കണ്ടു മടുക്കുമ്പോൾ അതെ അതെ. ഇടയ്ക്ക് ഗെയിം പ്ലേ എടുത്ത് അനിയനുണ്ട് PS5 Pro. പിന്നെ ഇപ്പം ക്യാപ്ചർ ചെയ്ത് PC ഫുട്ടേജ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതായിരിക്കും ഹയസ്റ്റ് ക്വാളിറ്റി. ഒരു കമ്പ്യൂട്ടർ മേടിക്കണം, അതിന് മൈക്ക് മേടിക്കണം. അതെ അതെ, ആദ്യം ഇതിന്റെ ഒരു പീസ് കൂടെ കറക്റ്റായിട്ട് വാങ്ങിക്കാം. അതെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ ഒരു പീസ് പുള്ളി കൊണ്ട് കളഞ്ഞിട്ട് രണ്ടാമത് നമ്മളൊരു പീസ് മാത്രമായിട്ട് വാങ്ങിച്ചു. ഈ വാങ്ങിച്ച പുതിയ പീസാണ് ഇപ്പം വർക്ക് ചെയ്തതും പഴയ പീസിന് വീണ്ടും ചാർജ്. അത്ര പ്രണയത്തിലായിരുന്നു. ഒരാൾ മരിച്ചപ്പം മറ്റേ ആളും. എന്തൊരവസ്ഥ ഇത് ആലോചിക്കുക.